السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമത്തെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമാണ്. തങ്ങളെ, എൻ്റെ ബിസിനസ്സിൽ ഒരു വളർച്ച എനിക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല, എൻ്റെ കച്ചവടത്തിൽ ഒരു ബർക്കത്തില്ല, ഞാൻ എപ്പോഴും പരാജിതനാണ്, അതിലെനിക്കൊരു റാഹത്ത് എനിക്ക് ലഭിക്കുന്നില്ല. കച്ചവടം തുടങ്ങി കുറേ വർഷങ്ങളായി തങ്ങൾ അതിൽ നിന്നൊരു മെച്ചം എനിക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല, ബിസിനസ്സിൽ ലാഭം കൊയ്യാൻ എനിക്ക് സാധ്യമാകുന്നില്ല. ധാരാളം ആളുകൾ ഇത് പറയുന്നതാണ്. ബിസിനസ്സിൽ വളർച്ചയില്ല, കച്ചവടത്തിൽ ബർക്കത്തില്ല. ധാരാളം ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമാണ്. ആ പ്രയാസം ഈ മജ്ലിസ് കാണുന്ന, ഈ വീഡിയോസ് കാണുന്ന ധാരാളം ആളുകൾക്കും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇത്തരം പ്രയാസങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കച്ചവടം നടത്തുന്നവരാണ്, ബിസിനസ് നടത്തുന്നവരാണ്, അതിലൊന്നും ഒരു റാഹത്ത് കിട്ടുന്നില്ല. ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല, ആ കച്ചവട സ്ഥാപനത്തിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്കൊരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഒരു ക്ഷീണം, ഒരു കൊയക്ക്, ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെടുകയാണ്. തങ്ങളെ, ഇതിനെന്താണ് പരിഹാരം? ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്നുകൊണ്ട് അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു തങ്ങളെ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, എനിക്കെല്ലാം കൊണ്ടും ഒരു ഉത്സാഹമായിരുന്നു, എല്ലാം കൊണ്ട് ഞാൻ ഉഷാറായിരുന്നു, ഇപ്പൊ എല്ലാം കൊണ്ട് ഒരു തളർന്ന രൂപത്തിലാണ് ഞാനുള്ളത്. എനിക്കെൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക്, എനിക്കെൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എനിക്ക് പോകാൻ സാധ്യമാകുന്നില്ല. എനിക്കെന്തോ ഒരു പ്രയാസം, ഒരു വെല്ലായ്മ എനിക്ക് അനുഭവപ്പെടുകയാണ്. എല്ലാം ഉണ്ടായിരുന്നു, ഞാനെല്ലാം സമ്പാദിച്ചിരുന്നു, ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാം ഇല്ലാണ്ടായത്. എനിക്കതിലേക്കൊന്നും ഒരു ഇഷാറ് വരുന്നില്ല. ധാരാളം ആളുകൾ ഇവിടമിൽ വന്ന് പറയുന്ന ആളാണ്, ഞാൻ ഹോൾസെയിലായിട്ട് വലിയ ബിസിനസ് നടത്തിയ ആളാണ്, വലിയ കച്ചവടം നടത്തിയ ആളാണ്, ഇപ്പം കടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, ഇപ്പൊ കടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എൻ്റെ അടുക്കലേക്ക് ഒരു കൊല്ലത്തിൽ ഒരു സഹോദരൻ സാന്ദർഭികമായിട്ട് കാര്യങ്ങൾ ഉണർത്തുക എന്ന് മാത്രം. എൻ്റെ അടുത്തേക്ക് ഒരു കൊല്ലത്തുള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ബിസിനസ് നടത്തിയ ആളാണ്, വലിയ ബിസിനസ് നടത്തിയ ആളാണ്, എല്ലാം ഉണ്ടായിരുന്നു തങ്ങളെ, എനിക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞാൻ കൊടുത്തിരുന്നു.
ഫ്രൂട്ട്സ്, പച്ചക്കറി, പലചരക്ക് എല്ലാം ഉണ്ടായിരുന്നു കടയിൽ. ഇപ്പൊ വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ഞാനൊരു ദിവസം എൻ്റെ സ്ഥാപനം തുറക്കാൻ പോയ സമയത്ത് എനിക്ക് മുറ്റത്തുനിന്ന് കിട്ടിയത് എന്തോ ഒരു കർമ്മം, മുടിയിലും മറ്റുള്ള കാര്യങ്ങളിലും ചെയ്തു വെച്ച കർമ്മമാണ് എനിക്ക് കിട്ടിയത്. കുറെ പൊടികളും മുടികളും അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ എനിക്കൊരു പൊതിയിൽ പൊതിഞ്ഞതായിട്ട് എനിക്ക് കാണാൻ സാധ്യമായി. തങ്ങളെ ഒരു ആഭിചാര കർമ്മമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നീട് എനിക്ക് ഒരു ഉയർച്ച എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടില്ല. വലിയ തകർച്ചയാണ്. കടം കൊണ്ട് പൊറുതി പൊട്ടി തങ്ങളെ അപ്പയാണ് തങ്ങളെ മജ്ലിസ് എനിക്ക് കാണാനിടയായത്. അങ്ങനെയാണ് ഞാൻ വന്നത്. അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്, അവരുടെ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ്. അസൂയാലുക്കൾ, ശത്രുക്കൾ ചെയ്തു വെച്ച ഇത്തരം ആഭിചാര കർമ്മങ്ങൾ അവർക്ക് ബാധിച്ചിട്ടുണ്ട്. ആ പ്രയാസം അവർക്ക് ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇപ്പോഴും അവർ ബന്ധപ്പെടാറുണ്ട്. അൽഹംദുലില്ലാ തങ്ങളെ വലിയ റാഹത്താണ്, വലിയ ഖൈറുണ്ട്. ഇപ്പോൾ വലിയ ആ പഴയ രൂപത്തിലേക്ക് തന്നെ എനിക്ക് വരാൻ സാധ്യമാകുന്നൊരു ഉഷാറുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ കടയിലേക്ക്, ആ സ്ഥാപനത്തിലേക്ക് പോകാൻ ഒരു ഉഷാറില്ലായ്മ, ഒരു ക്ഷീണം, കടയിരുന്നാൽ ഒരു ക്ഷീണം, ഒരു വല്ലായ്മ അനുഭവപ്പെടുന്നതായി അദ്ദേഹം എന്നിൽ ഉണർത്തിയിരുന്നു. അങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മുന്നിട്ട് വരേണ്ടതുണ്ട്. എന്താണ് ഈ പ്രയാസമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഇന്ന് ഓരോരോ ബിസിനസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഒരാൾക്ക് നമ്മൾ എതിർക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കുറുക്ക് വഴിയിലൂടെയാണ് നമ്മൾ അവർ ഉപദ്രവിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിദ്യയിലൂടെയാണ് നമ്മുടെ ശത്രുക്കൾ നമ്മളെ പരാജയപ്പെടുത്തുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞു വരുന്നവർ നമ്മൾ നോക്കുന്ന സമയത്ത് ആരാണിത് ചെയ്യുന്നത്? സ്വന്തം ചോര, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം കൂടപ്പിറപ്പിങ്ങൾ, എല്ലാവരും തന്നെ അടുത്തറിയുന്ന ആളുകളാണ് ഇത്തരം പ്രയാസങ്ങൾ ചെയ്യുന്നതിൽ ഒരു 70-80% ആളുകളും. ചില ആളുകൾ പറയുന്നതാണ്, തങ്ങളെ എൻ്റെ അടുത്തൊരു സ്ഥാപനമുണ്ട്, അദ്ദേഹം ഞാൻ നിസ്കരിക്കുന്നതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടല്ലോ, ഞാൻ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ദാനങ്ങൾ എനിക്ക് കിട്ടുന്നതിൽ ഒരു പകുതി ഭാഗം ഞാൻ സ്വതക്കക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, എല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, കടയിൽ യാസീൻ പാരായണം ചെയ്യുന്നു, അൽ-ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്നു, മുൽക്ക് പാരായണം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു വക്ത് പോലും ഞാൻ ഖളാ ആക്കാറില്ല തങ്ങളെ, ഞാൻ ഖളാ ആക്കാറില്ല. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, കച്ചവടത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പോയി നിസ്കരിക്കും. എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ ഇബാദത്ത് കഴിഞ്ഞ് മാത്രമാണ് ഞാൻ കടയിലേക്ക് ശ്രദ്ധിക്കുന്നത്. എന്നിട്ടും എന്നെ അല്ലാഹു പരാജയപ്പെടുത്തുകയാണെന്ന് എന്നുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ സങ്കടം പറയാറുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരു കടയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, അതിലേക്ക് ആളുകൾ വരുന്നു, അദ്ദേഹം നിസ്കരിക്കാറില്ല തങ്ങളെ, അദ്ദേഹം ഇബാദത്ത് ചെയ്യാറില്ല, എന്നിട്ടും അദ്ദേഹത്തിന് ആള് വരുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതി, അദ്ദേഹത്തിന് ആളുകൾ വരുന്നുണ്ടാകും, കച്ചവടം നടക്കുന്നുണ്ടാകും, പക്ഷേ അതിലൊരു ബർക്കത്ത് ഉണ്ടാവൂല. അദ്ദേഹം അന്വേഷിച്ച് നോക്കിയാൽ വലിയ കടബാധിതനായിരിക്കും, കിട്ടുന്നതിൽ ബർക്കത്ത് ഉണ്ടാവൂല. പക്ഷേ അവിടെ പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവൂല. കാരണം അവിടെ അല്ലെങ്കിലേ പിശാചുണ്ട്, പിന്നെ പിശാച് ഉപദ്രവം അവിടെ സൃഷ്ടിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഗതി.
നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ കച്ചവടം അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് എല്ലാം നല്ല നിലക്ക് പോവുകയാണ്. അവിടേക്കാണ് ഒരു മരുമകൾ കയറി വന്നത് നമ്മളെ കുടുംബത്തിലേക്ക്. അവന്റെ മോൻ അല്ലെങ്കിൽ അവളുടെ മോൻ കല്യാണം കഴിഞ്ഞ ഒരു മരുമകൾ കയറി വന്നു. അവള് നിസ്കാരക്കാരിയാണ്, അവള് ഇബാദത്തുകാരിയാണ്. പക്ഷേ അവള് കയറി വന്ന ഉടനെ എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ പിശാചിന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ട്. അപ്പൊ പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് പൊന്തും. ആ പിശാച് അവിടുന്ന് പൊന്തും. പിന്നെ അവിടെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അവിടെ സൃഷ്ടിക്കുക പിശാച്. അത് നമ്മൾ മനസ്സിലാക്കണം. അവള് വന്നത് കൊണ്ടല്ല, അവള് നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അവിടെ പിശാച് പൊന്തിയത്. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരും അവിടുന്ന് എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ വലിയ പ്രയാസത്തിനാണ്, വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ മകള്. കല്യാണം കഴിഞ്ഞിപ്പോ സൗദിയിലാണ് ഭർത്താവിനോടൊപ്പം. പക്ഷേ അവൾക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ അവൾക്ക് സാധ്യമാകുന്നില്ല. നിസ്കരിക്കാൻ കഴിയുന്നില്ല, നല്ല നല്ല ദിക്റുകൾ എടുക്കാൻ കഴിയുന്നില്ല, യാസീൻ ഓതാൻ കഴിയുന്നില്ല, ഖുർആൻ ഒന്നും ഓതാൻ അവളെ കൊണ്ട് സാധ്യമാകുന്നില്ല. മാംസം കാണുമ്പോൾ അവളെ കൈവിറക്കുകയാണ്. അവള് വലിയ വയലന്റ് ആവുകയാണ്, തങ്ങളെ വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ്. ഇത് എന്താണ് എന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവരുടെ ഉമ്മയും ഉപ്പയും, ആ സഹോദരിയുടെ ഉമ്മയും ഉപ്പയും ഇവിടെ വന്നു. നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ പ്രയാസങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ പ്രയാസത്തിൽ നിന്ന് ആ സഹോദരി കരകയറി. കാരണം കുറേ വർഷങ്ങൾ മുമ്പുള്ളതായിരുന്നു ഈ പ്രയാസം അവരുടെ ശരീരത്തിൽ കയറിക്കൂടിയിട്ട്, ഈ ബുദ്ധിമുട്ട് ശരീരത്തിൽ കയറിക്കൂടിയിട്ട് വലിയ കുറേ വർഷങ്ങൾ മുമ്പുള്ള പ്രയാസമാണ്. അത് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത്, കുറേ വർഷമായി ഞാൻ ഈ ശരീരത്തിൽ വന്നുകൂടിയിട്ട്. അപ്പോൾ അവൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അതായത് നിസ്കാരങ്ങളും ഇബാദത്തുകളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരീരം വളരെ വയലന്റ് ആകുന്നത്, ആ പ്രയാസം പുറത്തേക്ക് വരുന്നത്. അതിനെ അടക്കം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വലിയ മുക്തത, വലിയ പ്രയാസത്തിന് വലിയ പരിഹാരം നമുക്ക് കിട്ടുകയുള്ളൂ. അതിന്റെ ചികിത്സ നമ്മൾ യഥാകർമ്മത്തിൽ നമ്മൾ ചെയ്യണം. അതിന്റെ മാർഗം, അതിന്റെ പരിഹാരം നമ്മൾ ചെയ്താലുള്ളൂ ഈ പ്രയാസം നമ്മളിൽ നിന്ന് മാറിക്കിട്ടു. അല്ലാഹു അവർക്ക് പരിപൂർണ ശിഫ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നിന്നും വലിയ പ്രയാസത്തിൽ നിന്നും മാരകമായ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു അവർക്കും ഞങ്ങൾക്കും വലിയ സലാമത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിൽ നിന്നൊക്കെ രക്ഷ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ അത്തരം പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ ആളുകളുണ്ട്. ഇതിന്റെ വലിയ പരിഹാരം അറിയില്ല, ഇതിന്റെ കാര്യങ്ങൾ അറിയാതെ ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, മാനസിക രോഗിയാക്കി മാറ്റുന്ന ആളുകൾ. അല്ലാഹുവേ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാവലേഖണേ അല്ലാഹ്, കാവലേഖണേ തമ്പുരാനെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ബിസിനസ്സിൽ സ്ഥാപനങ്ങളിലേക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ, സിഹർ പോലുള്ള, കൂടോത്രം പോലുള്ള ആപചാര കർമ്മങ്ങൾ പോലുള്ള പ്രയാസങ്ങൾ നമ്മളെ സ്ഥാപനത്തിലേറ്റാൽ നമുക്ക് വലിയ പ്രയാസമുണ്ടാകും. ബിസിനസ്സിന് വളരെ തളർച്ചയുണ്ടാകും. നമ്മളെത്ര നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, ദിക്ർ ചെല്ലുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ വെറുതെ ചെല്ലുകയാണല്ലോ, ഇതിനൊന്നും എനിക്ക് പ്രതിഫലമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതാ. അതിനൊക്കെ തക്കതായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അതൊന്നും വലിയ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ട. അതിനുള്ള പരിഹാരം മുള്ളിനെ മുള്ളുകൊണ്ട് മാറ്റുക എന്നുള്ള അതിനുള്ള പരിഹാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
അതിനുള്ള തക്കതായ പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ബിസിനസ്സിൽ, കച്ചവടത്തിൽ ബർക്കത്തില്ല, കച്ചവടം നടക്കുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല, വലിയ പ്രയാസമാണ്. തങ്ങളെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, 5 പേർ കൂടി തുടങ്ങിയ ഒരു ബിസിനസ് ആയിരുന്നു. ഒരാളെ വലിയ പ്രയാസം, ഞങ്ങളിലുണ്ടായ വലിയ പ്രയാസം കൊണ്ട് ഒരാളെ ഞങ്ങൾ മാറ്റി നിർത്തുകയും പിന്നീട് ഞങ്ങൾക്ക് വലിയ തകർച്ചയാണ് കാണാനിടയായത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. മറ്റുള്ളവന്റെ ഐന്, കണ്ണ് ഏൽക്കുന്ന പ്രയാസങ്ങളുണ്ട്. അൽ ഐനു ഹഖ്കുൻ, കണ്ണേറ് സത്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസാണ്. കണ്ണേറ്, ബിസിനസ്സിൽ കണ്ണേറ് തട്ടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇസ്മിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊക്കെ ഈ പറഞ്ഞത് ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ കേൾക്കാം. നമ്മളെ ബിസിനസ്സിൽ ഞമ്മക്ക് ശരീരത്തിൽ ഏൽക്കുന്ന പ്രയാസങ്ങൾ, ഞാൻ കണ്ണൂരിൽ ആ വിഷയം പറഞ്ഞതുപോലെ നമ്മളെ ശരീരത്തിൽ ഏൽക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങള്, റൂഹാനിയത്തിന്റെ പ്രയാസങ്ങള്, ഇഫ്രീത്തുകളുടെ പ്രയാസങ്ങള്, ശൈത്താന്മാരുടെ പ്രയാസങ്ങള് നമ്മളെ ശരീരത്തിൽ ഏൽക്കാം. അതിനൊക്കെ അതിന്റെ പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ അടക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഇസ്മ പറയുന്നതിന് മുമ്പ്, നമ്മൾ ഇസ്മിലേക്ക് പോകുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വലിയ പ്രയാസങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ സകലമാന പ്രയാസങ്ങൾ അല്ലാഹ് നീ മാറ്റിയവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ. അല്ലാഹ് റാഹത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് പ്രവാസി സുഹൃത്തുക്കള്, എൻ്റെ ദ്വീപ് സഹോദരങ്ങൾ വിളിക്കുന്ന ആളുകളുണ്ട്. തങ്ങളെ ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്? ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിംഗ് ഉള്ളത് തിങ്കളാഴ്ചയാണ്. തിങ്കളും ശനിയാണ് വീട്ടിലിരിക്കുന്നത്. ഈ നമ്പറിൽ വിളിച്ച് വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, വേവലാതി പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലാഹുവേ, പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. ബുക്ക് ചെയ്ത് കിട്ടാത്ത ആളുകൾ, പ്രയാസം പറയുന്ന ആളുകളുണ്ട്, മെസ്സേജ് അയച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഞങ്ങളെ വിളിച്ചു, ബുക്ക് ചെയ്യാൻ വിളിച്ച് കിട്ടുന്നില്ല. ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. ധാരാളം ആളുകൾക്ക് ഇവിടമിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവര് മുറാദുകളെ ഹസിലായ ആളുകൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ആളുകൾ, ധാരാളം ആളുകൾ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. വിശ്വാസമില്ലാത്ത ആളുകൾ പോലും വിശ്വസിച്ചു പോകുന്ന വലിയ രംഗങ്ങളാണ് അവര് ആ സമയത്ത്, ആ പിശാച് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഇഫ്രീത്തുകള് അല്ലെങ്കിൽ റൂഹാനിയത്തുകള് പുറപ്പെടുന്ന സമയത്ത് അവർ കാണിക്കുന്നത് ഒരാളല്ലാതെയായി മാറുന്ന സമയമാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ പരിഹാരമാണ് ഈ മജ്ലിസ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മഹാനായ ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാ ഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ ഞങ്ങളൊക്കെ വല്ലിപ്പയാണ്. ജമലുല്ലൈലി സാദാത്തി ഞങ്ങളെ വല്ലിപ്പയാണ് ബാ ഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ. അവിടുത്തെ നോട്ടവും ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസ് നടന്നു നീങ്ങുന്നത്. ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിംഗ് രീതിയും ഉപ്പാപ്പയുടെ സമ്മതപ്രകാരം.
ഉപ്പാപ്പയുടെ ഇജാസത്ത് പ്രകാരമാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ, ഏറ്റി ഉയർത്തണേ അല്ലാ, അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാ. അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഈ പാപികളെ പെടുത്തണേ അല്ലാ. ഇത്തരം പ്രയാസങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. സാഹിര്യങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഓരോരോ പ്രയാസങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അല്ലാ വലിയ സങ്കടമാകുന്നത്. അവർ പൊട്ടിക്കരഞ്ഞാണ് പറയുന്നത്, തങ്ങളെ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസം ഞങ്ങളെ ഒന്ന് മാറ്റി നൽകണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു വരുന്നവരുണ്ട്. അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ദുആ അല്ലാതെ നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാ. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ, നീ ഉത്തരം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്ക് ഇസ്മിലേക്ക് കടക്കാം. ബിസിനസ് നടത്തുന്ന ആളുകള്, കച്ചവടം നടത്തുന്ന ആളുകള്, എന്ത് ഏർപ്പാട് നടത്തുന്ന ആളുകളാണെങ്കിലും ഇൻഷാ അല്ലാ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ ഇൻഷാ അല്ലാ നിങ്ങളൊരു 99 പ്രകാരം ഒരു ദിവസം നിങ്ങൾ ചൊല്ലണം. നിങ്ങൾക്ക് ബിസിനസ് സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ചൊല്ലണം, സ്ഥാപനം തുറക്കുന്നതിന് മുമ്പായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കച്ചവട സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ചൊല്ലണം. നിങ്ങൾക്ക് ഓഫീസാണെങ്കിൽ ആ ഓഫീസിൽ നിങ്ങൾക്ക് ചൊല്ലണം. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കാരനാണ്, എല്ലാ ഭാരവും എൻ്റെ തലയിലാണ്, തങ്ങളെ എന്നെ ഏൽപ്പിച്ചതാണ്, നിങ്ങൾ ചൊല്ലണം. ആ ബിസിനസ് വളർന്നാലുള്ളൂ എനിക്ക് സാലറിയിൽ വർധനവുണ്ടാവൂ, എൻ്റെ മഈശത്ത് എനിക്ക് റാഹത്താവൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ചൊല്ലണം 99 പ്രകാരം. ഏതാണ് ഇസ്മ? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ഹഫീദ് യാ അല്ലാഹ്, യാ ചേർത്തുകൊണ്ട് യാ ഹഫീദ് യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ മഹത്താക്കപ്പെട്ട ഇസ്മിനെ നിങ്ങൾ ചൊല്ലണം 99 പ്രകാരം. എത്ര പ്രകാരം? 99 പ്രകാരമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ആരൊക്കെയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞതുപോലെ അതിനാണ് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. സ്ഥാപനം നടത്തുന്ന ആളുകള്, ബിസിനസ് നടത്തുന്ന ആളുകള്, ഓഫീസ് നടത്തുന്ന ആളുകള്, അവരൊക്കെ ഇൻഷാ അല്ലാഹ് ചൊല്ലണം 99 പ്രകാരം യാ ഹഫീദ് യാ അല്ലാഹ്. ഭൂമി കച്ചവടക്കാരനാണ്, ഇപ്പൊ കച്ചവടം നടക്കുന്നില്ല, ചൊല്ലണം യാ ഹഫീദ് യാ അല്ലാഹ്, യാ ഹഫീദ് യാ അല്ലാഹ്. ഓഫീസിലെ ഹെഡാണ് തങ്ങളെ ഞാൻ, നിങ്ങൾ ചൊല്ലണം യാ ഹഫീദ് യാ അല്ലാഹ്, യാ ഹഫീദ് യാ അല്ലാഹ്. എന്ത് നിങ്ങൾ ജോലി എടുക്കുകയാണെങ്കിലും ബിസിനസ് നടത്തുകയാണെങ്കിലും യാ ഹഫീദ് യാ അല്ലാഹ്. നിങ്ങളെ കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കണം. ചില പ്രത്യേക രീതിയിൽ യാ ഹഫീദ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ 99 പ്രകാരം നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ പല രീതിയിലുള്ള കളങ്ങളുണ്ട്, കിത്മീറിന്റെ കളം, അങ്ങനെയുള്ള കളങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി വെച്ച് ലാമിനേറ്റ് ചെയ്ത് കടയിൽ സൂക്ഷിക്കുക. നല്ലൊരു ഭാഗത്ത് ബഹുമാനം, അതിന് വലിയ ബഹുമാനം കൊടുത്തുകൊണ്ട് നല്ലൊരു ഭാഗത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വലിയ ബിസിനസ്സിൽ വലിയ വളർച്ച കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? 99 പ്രകാരം യാ ഹഫീദ് യാ അല്ലാഹ് എന്ന് ബിസിനസ് നടത്തുന്ന ഒരാൾ ചൊല്ലണം, ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാൾ ചൊല്ലണം. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, എന്റെ ഭർത്താവ് ഗൾഫിൽ ബിസിനസ് ആണ് തങ്ങളെ, എനിക്ക് ഇവിടെ നിന്ന് ചൊല്ലാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞ ഇസ്മ എനിക്ക് 99 പ്രകാരം ഇവിടെ നിന്ന് ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാം. ഭർത്താവ് ഗൾഫ്, ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് 99 പ്രകാരം യാ ഹഫീദ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി ലാമിനേറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് അവർക്ക് കൊടുത്തു
കൊടുത്തയച്ചാൽ, അവരെ ആ സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ വലിയ ബർക്കത്ത് ആ സ്ഥാപനത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പല രീതിയിലുള്ള കളം സ്ഥാപനത്തിന് വലിയ പ്രയാസമായിട്ടുണ്ടെങ്കിൽ കിത്മീർ പോലുള്ള കള്ളങ്ങൾ ഇൻഷാ അല്ലാഹ് അത് വരച്ച് അത് എഴുതി ലാമിനേറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ വലിയ ബർക്കത്ത് ഉണ്ടാകും. ആ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങും. പിന്നൊരു പ്രയാസം ആ ബിസിനസ് സ്ഥാപനത്തിലോ അവരുടെ കടയിലോ ഉണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങളെ ബിസിനസ്സിനെയും നിങ്ങളെ എല്ലാ കാര്യത്തെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ റാഹത്തിലാക്കണം. വലിയ പ്രയാസം പൈശാചികമായ ഉപദ്രവങ്ങൾ നേരിടുന്ന ആളുകൾ, നമ്മളെ സമീപിക്കുന്ന ആളുകൾ, അല്ലാഹുവേ എല്ലാത്തിൽ നിന്നും നീ സലാമത്ത് നീ കൊടുക്കണേ അല്ലാഹ്, രക്ഷ നീ കൊടുക്കണേ അല്ലാഹ്. അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വലിയ ആശ്വാസം നേടിയ ആളുകൾ അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്. ഇനി ഒരിക്കലും ആ പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കണ്ണൂരിലുള്ള ആ സഹോദരി അല്ലാഹുവേ അവരുടെ ശരീരത്തിൽ പരിപൂർണ്ണ നിലക്ക് അത് നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ മജ്ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹുവേ നീ സംരക്ഷണം നൽകണേ അല്ലാഹ്, നീ സംരക്ഷണത്തിന്റെ കവചം അവർ തീർക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ നീ കൊടുക്കണേ അല്ലാഹ്, സംരക്ഷണം നീ കൊടുക്കണേ അല്ലാഹ്. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാക്കിരീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫതാനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഓരോരോ ദിവസം കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ധാരാളം ദുആ വസിയത്തുകളാണ് അല്ലാഹ്. അല്ലാഹുവേ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ മജ്ലിസ് കണ്ടുകൊണ്ട് എന്താണോ അവർ രേഖപ്പെടുത്തുന്നത്, അവർ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നത് അല്ലാഹ് ഓരോരോ കമന്റ് ഇവിടെ വായിക്കാൻ സമയമില്ല അല്ലാഹ് അവർ എഴുതി അറിയിക്കുന്ന ഓരോരോ കമന്റുകൾ എന്ത് പ്രയാസം പറഞ്ഞിട്ടാണോ എന്ത് ദുആ വസിയത്താണോ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹുവേ അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ വാട്സപ്പിൽ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അല്ലാഹ്. നീ മാറ്റി അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, നീ രക്ഷ കൊടുക്കണേ അല്ലാഹ്. അവരെ കൊയക്കല്ലേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും പരാജയം കൊടുക്കല്ലേ അല്ലാഹ്, കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാര്, എൻ്റെ മുഹിബ്ബീങ്ങള്, എൻ്റെ കൂടപ്പിറപ്പീങ്ങൾ അല്ലാഹ് അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു നിന്നുന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ധാരാളം രോഗികൾ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങളിൽ നിന്ന് പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. അസുഖം നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങൾ തന്ന് ഞങ്ങളെ കൊഴക്കല്ലേ അല്ലാഹ്,
ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ അല്ലാഹ് കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. വീടില്ല തങ്ങളെ, വീടിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, ഹൈറായ ഒരു ഭവൻ നീ കൊടുക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസമാണ് തങ്ങളെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടം തന്ന് ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് കടം വീട്ടാനുള്ള മാർഗം അല്ലാഹ് നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കി നൽകണേ തമ്പുരാനെ. ഭർത്താവിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്, ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്, ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്. ലാഹിക്കായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് കഅബ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാഹ്, നീ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിൽ ഒന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കഅബ കാണിക്കണേ അല്ലാഹ്, റൗള ശരീഫ് ഞങ്ങളെ കണ്ടുകൊണ്ട് കാണിക്കണേ അല്ലാഹ്. ആഗ്രഹമുണ്ട് അല്ലാഹ്, അതിരറ്റ് കൊതിയുണ്ട് അല്ലാഹ്, പൂതിയുണ്ട് അല്ലാഹ്, ഞങ്ങളെ കാണിക്കണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ഞങ്ങളുടെ മൗത്തായി പോയി അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ, കണ്ടുകൊണ്ടിരുന്ന ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഈ കാണുന്നവർക്കും പ്രതീക്ഷയുള്ളത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്യും, അതാണ് അവരുടെയൊക്കെ പ്രതീക്ഷ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതുന്ന, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ നല്ല നല്ല സൽക്രമങ്ങൾ അവരുടെ ഖബറിലേക്ക് ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്, നീ വിശാലത നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. പൊന്നാര ഉമ്മാക്ക് പൊറുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാഹ്, വിശാലത കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ മാലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ്.
നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബറിടം നീ വിശാല നൽകണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ ജനാസ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ. മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസയും ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാഹ്. നീ കാണിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി ഇൻഷാ അല്ലാഹ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സിയാറത്ത് സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ധാരാളം ആളുകളാണ് അത് കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നത്. എന്നാണ് തങ്ങളെ പോകുന്നത്, എത്രയാണ് അതിൻ്റെ ചാർജ് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എൻ്റെ നേതൃത്വത്തിൽ നമുക്ക് പോയി അവിടമിൽ ചെന്നുകൊണ്ട് കണ്ണിറയെ കഅബ കണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും ഇൻഷാ അല്ലാഹ് പാക്കേജിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു അടക്ക ചെന്ന് എല്ലാ മഹാന്മാരുടെ അടുത്തും ചെന്ന് സലാം പറയാൻ അല്ലാഹു നമുക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കം സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിക്കുക. നിങ്ങളെ അയൽവാസിയിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നിങ്ങളെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളെ അയൽവക്കത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ആ സീറ്റുകൾ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.